ജാതിയും മതവും നോക്കിയല്ല തച്ചുള്ളി ഓതേനന്റെ ചങ്ങാതിക്കൂർ, മനുഷ്യനെ നോക്കിയാണ്. കുടിപ്പക തീരട്ടെ എന്ന് കരുതി വന്നു. പക്ഷേ ഇത്തരം തെമ്മാടിത്വം തച്ചൊള്ളി തറവാടിനുണ്ടെന്ന് അറിഞ്ഞില്ല. തച്ചുള്ളി തറവാടിനെ പറ്റി സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. തറവാട്ടുകാരെ അവമാനിക്കലാണോ നിന്റെ തറവാടിത്വം? അന്യദേശക്കാരുമായി കൂട്ടുകൂടി കടത്തനാടിനെ വഞ്ചിക്കാൻ ഒളിഞ്ഞും മറിഞ്ഞും നടക്കുന്ന പയ്യനാടൻ മഹിമ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തു പറഞ്ഞു? ഈ ശുഭമുഹൂർത്തത്തിലോ നമ്പ്യാരെ? What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ടൗണിലെ കുബേരന്മാരുടെ നിശാ ക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് കുടിച്ച് ബോധം കെട്ടവന്മാരുടെ നടുക്ക് നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിൽ നിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമ്മ വർഗീസിന്? തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല നെയ്ക്കുമ്പളങ്ങയൊക്കെ കയ്യും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴക്കാലിക്ക്? അതിനെങ്ങാനും തന്റെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി എരിഞ്ഞ് പട്ടഷാപ്പിൽ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വെക്കും അമ്മായിയപ്പൻ, അല്ലല്ലോ? അന്യം നേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നാടാ നീ തലകുലിക്കല്ലോ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോവും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. ഓടാ പോ മോനെ ദിനേശ. നീ പകപോക്കുകയാണല്ലേടാ. എടാ ജോർജെ, മേലാൽ വെള്ളം അടിച്ചോണ്ട് ക്ലാസ്സിൽ കയറുന്നത് നീ ഒഴിവാക്കിക്കോ. നിനക്ക് അടിക്കണമെന്നില്ല. വീട്ടിലോ ബാറിലോ ഇരുന്ന് അടിച്ചോ. നിങ്ങൾ എന്ത് അച്ഛനാണ്? മക്കളെ പ്രോത്സാഹിപ്പിക്കാണോ വെള്ളം അടിക്കാൻ? ഞങ്ങൾ ആരും വെള്ളം അടിച്ച് പരസ്യമായിട്ട് അലമ്പുണ്ടാക്കാറില്ല. അത് ഞാൻ ഇവരോടും പറഞ്ഞിട്ടില്ല. പിന്നെ മേലാൽ ഈ പട്ടി പൂച്ച എന്നെങ്ങാനും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയാലുണ്ടല്ലോ എന്റെ തനി കോണം സാറ് കാണും. കോളേജായിപ്പോയി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഘടാഘടിയന്മാരെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പിള്ളേരെ കൊണ്ടാക്കുന്നത്. ഇവന്മാർ വിചാരിച്ചാൽ നന്നായിട്ടില്ലേ ഞങ്ങളുടെ പിള്ളേരെ? Don't you bloody try to trouble me ever again for such petty flimsy issues. Manner, please take care of him, Mr. George. എന്നാ പിന്നെ അങ്ങനെ ജോർജ് വാടാ.